സർ, വി മൈറ്റ് ഹാവ് ലോസ്റ്റ് ദ ബാറ്റിൽ ബട്ട് നോട്ട് ദ വാർ. നമ്മുടെ സ്വാതന്ത്ര്യവും ഭരണഘടനയും തുല്യതയും സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായിരിക്കാം. എന്നാൽ ലക്ഷ്യം കാണുന്നത് വരെ കോൺഗ്രസിന്റെ പോരാട്ടം തുടരും. അന്തിമ വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരിക്കും, ഇന്ത്യക്കായിരിക്കും. പറയുന്നത് സന്ദീപ് വാര്യറാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. അതായത് അദ്ദേഹം സന്തോഷ ആനന്ദ കണ്ണീർ വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഉള്ളിൽ സന്തോഷമുണ്ട് ബീഹാറിൽ BJP ജയിച്ചതിന്. പക്ഷെ അത് പുറമേ കാണിച്ചാൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ചിലപ്പോ പുറത്താക്കേണ്ട അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെത് നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ബീഹാറിൽ പോയി മോദിയുടെ അമ്മയ്ക്ക് വിളിച്ചു. എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഈ വൻപൻ പരാജയവും നാണക്കേടും ഉണ്ടാകാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ പോയി നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് വിളിച്ചു. നരേന്ദ്രമോദി ഇല്ല, ലോകത്തുള്ള ഒരാളുടെ അമ്മയ്ക്ക് വിളിക്കുന്നത് ആരും സഹിക്കില്ല എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾ അതിന് കൃത്യമായി മറുപടി കൊടുത്തു. സോണിയാഗാന്ധിയെ പച്ചയ്ക്ക് വിളിച്ചുകൊണ്ടാണ് അവർ മറുപടി കൊടുത്തിരിക്കുന്നത്. അതായത് മോദിയുടെ അമ്മയ്ക്ക് വിളിച്ചത് കിട്ടിയത് ഇറ്റലിക്കാരിക്ക് എന്നാണ് പലരും പറയുന്നത്. എങ്ങനെ കാണണം നമ്മൾ ഇതിനെ? അപ്പൊ ആദ്യമേ ഇത് പുള്ളിയുടെ ഒരു അവസ്ഥയെ ഈ നമ്മുടെ ഈ സന്ദീപ് വാര്യരുടെ വളരെ വൃത്തിയായിട്ട് നല്ല ഇമേജും ജനങ്ങളുടെയൊക്കെ ഒരു അംഗീകാരവും വളരെ കൃത്യമായിട്ട് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അയാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ ഈ ഒളിസേവ വെളിയിൽ വരുമെന്നനുസരിച്ച് പാർട്ടി നടപടിയെടുക്കാനിരുന്ന സമയത്ത് അയാൾ വളരെ വിദഗ്ധമായിട്ട് ചാടിയത്. അന്ന് ഇവിടെ കസര കിട്ടിയില്ലെന്ന് പറയുന്നത് ആൾക്കാർക്കൊക്കെ അറിയാം. അയാൾ ചാടിപ്പോയി ഇച്ചിരി പൈസയൊക്കെ കിട്ടിയെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി വലിയ നന്ദകുമാർ സാർ നമ്മുടെ ചാനലിൽ തന്നെ വന്നിരുന്ന് പറഞ്ഞു 2 കോടി രൂപ കിട്ടി. CPM-നോട് ചോദിച്ചപ്പോൾ അവര് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇവര് 2 കോടിയുടെ ഇതിലാ ഇവര് തമ്മിൽ ടൈപ്പ് ആയതെന്നൊക്കെ. തുകയൊന്നും എനിക്കറിയത്തില്ല. 2 കോടിയൊന്നും അല്ലെന്നായത്. എന്തൊരു ശാലം പൈസ കിട്ടി. അതനുസരിച്ച് അദ്ദേഹം കൃത്യമായിട്ട് ജോലിയും ചെയ്തു കേട്ടോ. ഈ എന്ന് വെച്ചാൽ അവരെന്തോ പറയുന്നു അത് അതുപോലെ പറഞ്ഞു. കുനിഞ്ഞ് നിൽക്കേണ്ടിടത്ത് മൊത്തവും കുനിഞ്ഞു നിന്നു. കൊണ്ട് ജയിലിൽ വിട്ടു, ചവിട്ടി കൂട്ടി, ഇപ്പൊ വെളി വന്നു പുള്ളി. അപ്പം പ്രതീക്ഷകളാണല്ലോ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബീഹാറില് തേജസ്വി യാദവിന് വലിയ പ്രതീക്ഷയായിരുന്നു ഇപ്രാവശ്യം മുഖ്യമന്ത്രി ആവാം. അപ്പൊ ഇത് ഇപ്പോഴത്തെ ഒരു കണ്ടിട്ട് അടുത്ത ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരാൻ പോകുന്നത് എവിടോട്ടാണ്? കേരളത്തിലോട്ടാണ്. ആരാ വരാൻ പോകുന്നത്? രാഹുൽ ഗാന്ധി. ആരാ വരാൻ പോകുന്നത്? പിങ്കി മോൾ. അപ്പൊ ഇയാളൊരു നിയമസഭാ സീറ്റും ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. കിട്ടും കേട്ടോ, എവിടെയും കിട്ടും. അപ്പൊ അതിനകത്ത് ഇയാൾ വരികയും കൃത്യമായിട്ട് മത്സര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ മത്സരമുള്ളൊരു നിയമസഭാ സീറ്റ് കിട്ടുകയും ഈ രാഹുൽ ഗാന്ധി വരികയൊക്കെ ചെയ്താൽ അയാൾ ഇപ്പോഴേ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാമല്ലോ ആർക്ക്? രാഹുൽ ഗാന്ധി. ഉറപ്പായിട്ടും. അതാണ് ഞാനിത് വളരെ കാലം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇതിനകത്ത് ചാനലിനകത്തൊക്കെ വരുന്നതിന് വളരെ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇയാൾക്ക് ഈ പണി പറ്റത്തില്ല. ഇപ്പൊ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഇയാൾക്ക് പറ്റും. നമ്മൾ ഈ പ്രബുദ്ധമെന്ന് പറയുന്ന ഏറ്റവും നമ്മൾ തന്നെ അങ്ങ് പറയത്തില്ല കേരളക്കാർ. നമ്മുടെ ഇത്രയൊക്കെ പിന്നെ ബീഹാറിലെ ചാണകം, UP-യിലെ മൂത്രം, മറ്റിടത്ത് പശു, ഇവിടെ കൊമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന നമ്മളങ്ങ് സ്വയം പറയുമല്ലോ നമ്മളേതാണ്ടെന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഡ്ഢികളുള്ള ബോധമില്ലാത്തവന്മാരുള്ള പരമമായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇന്ത്യ മൊത്തം പരിശോധിക്കും ഇവിടെ ഉള്ള. അപ്പൊ ഇവിടെ അവർക്ക് പറ്റിയത് അവസാനം അവരുടെ തട്ടകം അവരുടെ ഇവിടെ ആണ്. ഇവരുടെ റോൾ തട്ടകം അവരുടെ ഇവിടാണ്. അവരുടെ ആൾക്കാർ മൊത്തം ഇവിടാണ്. കാരണം ഇന്ത്യ വിരുദ്ധരും കൂടുതൽ ഇപ്പൊ കേരളത്തിലേക്ക് മാധ്യമങ്ങളായാലും ഇതിനകത്ത് ഉള്ള സ്ലീപ്പർ സെല്ലുകൾ മൊത്തവും മറ്റേ ലോകത്ത് എവിടെ ഒരു ഭീകരവാദം തീവ്രവാദ സംഘടന ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇവിടെ കാണും. ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരിക്കും. അപ്പം അവർക്ക് ഏതാണ്ട് പറ്റിയ സ്ഥലം ഇവിടെ. പിന്നെ ഇതിനകത്ത് ഇപ്പം ഇയാളുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇയാളുടെയും ഈ രാഹുൽ ഗാന്ധിയുടെയും സന്ദീപ് വാര്യരുടെയും അവസ്ഥ എന്ന് പറയുന്നത് യോദ്ധയ്ക്കകത്ത് ജഗതിയുടെ അവസ്ഥയാണ്. ഈ മോഹൻലാൽ ജഗതി എല്ലാത്തിനും അതൊരു മത്സരമുണ്ട്. കണ്ടിട്ടുണ്ടോ? മോഹൻലാലാണ് മോദി, രാഹുൽ ഗാന്ധിയെ സന്ദീപ് വാര്യരെ ജഗതി. അപ്പൊ ജപ്പ അടിക്കുക തോറ്റതിന്റെ പാടി വരുന്നില്ല മോഹൻ. അത് നേരത്തെ ഈ പല ഇലക്ഷൻ ഇപ്പോഴുള്ള പുറകോട്ടുള്ള 2014 ശേഷമുള്ള പല ഇലക്ഷനകത്ത് ഈ ഒരു ട്രോള് ഈ സോഷ്യൽ മീഡിയ സജീവമായിരുന്നു. കണ്ടിട്ടില്ലേ? ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറയുന്നു, ഇയാളെ കാണിക്കുന്നു. ഇപ്പൊ ഇയാളെ ഒരു ട്രോള് വരുന്നുണ്ട്, കണ്ടായിരുന്നു? കച്ചത്തിലെ ബീഹാറുകാരെ നിക്കറും ഒക്കെ ഇട്ട് ബെന്നിനും ഒക്കെ ഇട്ട് കച്ചത്തി അമ്മച്ചി ഞാൻ പോവാന്നോ വരുവാന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി മത്സരം ഇല്ല, കാവിലെ പാർട്ടി മത്സരവും കഴിഞ്ഞു. അടുത്ത ഇനി വരുന്ന കേരളത്തിലോട്ടാ. കേരളത്തില്
ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, BJP വരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവന്മാർ വരത്തില്ല, അല്ല കോൺഗ്രസ് വരത്തില്ല. കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പാട്ട് മത്സരവും ഏതാണ്ട് തീരുമാനം ആവും. ഈ വർഷം കഴിഞ്ഞിട്ട് അടുത്ത ഉത്സവങ്ങളുള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എനിക്ക് തോന്നുന്നു ഈ മോദിയുടെ അമ്മയെ ചീത്ത വിളിച്ചതും BJP-ക്കാർ വല്ലതുമായിരിക്കും. ആരാന്ന് ഇതുവരെ അറിയത്തില്ല. അല്ലെങ്കിൽ ഏതാണ്ട് ഡൂക്ലി പാർട്ടിയുടെ നേതാവാ, ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്ന. ഞാൻ ചോദിച്ചിട്ടെ, ഇപ്പൊ ഈ സന്ദീപ് വാര്യർ കൂടുതൽ അമിത്ഷാ അവനെ വിളിച്ചിട്ട് ഇനി വന്നിടേ, ഇതുപോലെ വേദി ഒഴിഞ്ഞു കിടക്കും, അവൻ വരുന്നതിന് മുമ്പ് നീ ഇതുപോലെ കാര്യം പറഞ്ഞേക്കണം, 1-2 കോടി രൂപ വന്നേക്കാം, എനക്കെന്താ വേണം, നീ എന്തായാലും മത്സരിക്കാനും ഇല്ല, ഇതിന്റെ കണ്ടീനകത്ത് കിട്ടാനുണ്ടായിരിക്കും. അവരുടെ കൂടെ നിന്ന് കാർ ബൊച്ചു വാജിക്കോളം കയറി വന്നല്ലോ, ഓരോ വന്നല്ലോ. ഒരു അന്നേരം തന്നെ അറിഞ്ഞ സമാപന സമ്മേളനവും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുസമ്മേളനവും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വാർത്തപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 5 താപ്പോട്ട് ഇനിയും പോകാൻ സാധ്യതയാ. 3-ലെങ്കിലും നിന്നാ മതിയായിരുന്നു നമ്മുടെ ഒരു പ്രാർത്ഥന. അതിലും താപ്പോട്ട് പോകരുത്. രാഹുൽ ഗാന്ധിക്ക് ഒരു 3എങ്കിലും കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ ഇദ്ദേഹം അത് ഈ സന്ദീപ് വാര്യർ അദ്ദേഹം അത് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ വലിയ പ്രതീക്ഷ. ഇയാൾക്ക് ഇനി നല്ലതെന്ന് പറഞ്ഞാൽ, ഈ സന്ദീപ് വാര്യർക്ക് നല്ലതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ്സിന് പോകുന്നതാണ്. സ്വയം മോട്ടിവേറ്റ് ചെയ്യുകയും നാട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇവര് മനസ്സിലാവത്തില്ലെന്നുള്ളതല്ലാതെ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ട്. എത്ര കയറ്റിയാലും കയറാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നിൽക്കുക കോൺഗ്രസ്. ഇത് മെഡിക്കൽ ഫീൽഡിൽ പറയും, പ്രഷർ 30 താപ്പോട്ട് പോയാൽ പിന്നെ കയറത്തില്ല, സൂക്ഷിച്ചോണം. ഷുഗറും അങ്ങനെയാണ്. അതല്ല സാർ, പുള്ളിക്ക് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ സന്ദീപ് വാര്യർക്ക് ഉള്ളിലെ സന്തോഷമാണ് BJP ജയിക്കുന്നതില്. കാരണം പുള്ളിയുടെ ഓരോ പോസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാലും അറിയാം, BJP ഇനിയും വളരണം എന്ന് വിചാരിച്ച പുള്ളി വിമർശിച്ച് നമ്മൾ ഈ വഴക്ക് പറഞ്ഞ് നന്നാക്കുന്ന ഒരു രീതിയാ പുള്ളി കാണിക്കുന്നത്. അപ്പൊ അതാ പുള്ളി അവിടെ ചെയ്യുന്നത്. പക്ഷെ അത് തുറന്നു പറയാനും പറ്റൂല. ഇപ്പൊ പുള്ളിക്ക് സത്യത്തിൽ സന്തോഷമുണ്ട് ബീഹാറിൽ BJP ജയിച്ചതില്, പക്ഷെ അത് തുറന്നു പറഞ്ഞാ തീർന്നില്ലേ. സന്തോഷിക്കാനല്ല, സന്തോഷം ഇല്ലെങ്കിൽ ഇവന് ഡിപ്രഷൻ വന്നു പോകും. അല്ല, ഇപ്പൊ ഞാൻ നിരന്തരമായിട്ട് ഒരവസരവും ഇല്ലാതെ നമുക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അങ്ങനെ ഡിപ്രഷൻ അടിച്ചു പോകുന്നത്. അപ്പം മിടുക്കനാ. ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിന് പോകണം. ധന്യം പറഞ്ഞത് ശരിയാണെങ്കിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾ കണ്ടെത്തുക, നമുക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പം ഇയാൾക്ക് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ആകപ്പാടെ സന്തോഷം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇന്നുകൊണ്ട് BJP വരുമ്പോൾ സന്തോഷിക്കുക. BJP എന്നപ്പോഴും ആ സന്തോഷം തന്നെ ആയിരുന്നില്ല. അപ്പൊ സന്തോഷിക്കാൻ മാർഗമേ ഉള്ളൂ. കാരണം മറിച്ചൊരു മാർഗത്തിന് മാർഗമില്ല, പറ്റത്തില്ല. ഞാൻ കണ്ടതിനകത്തുള്ള ഒരു പൊളിറ്റിക്സും എൻ്റെ അജ്ഞതയാണോ എൻ്റെ ഓരക്കേടാണെന്ന് അറിയത്തില്ല. ഇനി ഇന്ത്യയിലകത്ത് ഒരു മുമ്പോട്ടുള്ള പോക്കിൽ ഉച്ചയും കുത്തി നിന്നാൽ വരത്തില്ല. കാരണം എല്ലാ കളവും ഇവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തമാശ പറഞ്ഞാൽ ഇവര് ഏറ്റവും 2024 കളിച്ച കളി എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിന്റെയും സോറസിന്റെയും സഹായത്തോട് ഗ്രൗണ്ട് ലെവൽ രാഷ്ട്രീയത്തിൽ ഏതെല്ലാം മേഖലയിൽ കൂടി പ്രവർത്തിച്ച് അട്ടിമറിക്കാൻ നോക്കിയെന്നത്. അതുകൊണ്ടാണ് അന്ന് നമ്മുടെ ഈ ബഹുമാന്യനായ ഇപ്പൊ പ്രതിപക്ഷം 41 99 വന്നില്ല, അന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ, ഡൽഹിയോ UP-യിലൊക്കെ തകടം പറഞ്ഞു പോകുന്നു. അപ്പൊ ഇവരുടെ വർക്ക് ഇതിനകത്ത് RSS ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി. മോദി വിചാരിച്ച പോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നേ ഉള്ളൂ. അതിനുശേഷം ഇവര് ഓപ്പറേറ്റ് ചെയ്യുന്നത് മൊത്തം ഏറ്റവും അവസാനം വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതും കലാപം അല്ലെങ്കിൽ അതിന്റെ ടൂൾ കിറ്റ് ദേശത്തുനിന്ന് വന്നതാണല്ലോ. അതിനകത്തൊക്കെ പ്രത്യേക ഡയറക്ഷനും അതിന്റെ ഒരു പോക്കും ഉണ്ട്. ഇതിന് ശേഷവും ഒരൊത്തുകൂടി ഇപ്പോഴും ഇതിൽ തന്നെ നിൽക്കുകയാണ്. വോട്ട് ചോരിയാണ് ഇത്, ജനാധിപത്യ പരാമമായിട്ട് വന്നതല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഇവര് ഈ നടത്തുന്ന പരിപാടികൾ മൊത്തവും BJP പൊളിച്ചിരിക്കുകയാണ്. അതിനകത്ത് അവർ ഓരോ ദിവസവും ശക്തി ആർജിക്കുകയും ആ പൊളിക്കുന്നതിനും അതിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ കൂടി ആ പാർട്ടിയെ സജ്ജമാക്കുന്നതിനും ഒക്കെ RSSും സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും അവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. കാരണം ഒന്നിനും ഒരു മടിയിൽ 24 മണിക്കൂറും മോദി പ്രവർത്തിക്കരുത്, 24 മണിക്കൂറും അമിത്ഷാ പ്രവർത്തിക്കരുത്, 24 മണിക്കൂറും അജിത് ഡോവൽ പ്രവർത്തിക്കുക. എല്ലാവരും ഒന്നൊക്കെ വെച്ചാൽ അപ്പം പാടാ കേട്ടോ. കാരണം കലാപങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പാടാകും. രാജ്യത്തിനകത്ത് ചെറുപ്പക്കാർ കലാപത്തിനെതിരായി അതിൻ്റെ കണക്ക് കഴിഞ്ഞ ദിവസം വന്നു. 42.3 ആൾക്കാർ, ചെറുപ്പക്കാർ ഇവിടെ കലാപവും അല്ലെങ്കിൽ ഇവിടെ വികസനത്തിനെതിരെ നിൽക്കുന്നവർക്കും പരസ്യമായിട്ട് തെരുവിലിറങ്ങാൻ സജ്ജമായി നിൽക്കുക. അപ്പം കലാപം നടക്കൂ?
അപ്പം ഇവരുടെ ഓപ്പറേഷൻസ് ഒന്നും, അതുകൊണ്ട് എനിക്ക് സന്ദീപ് വാര്യരുടെ മോട്ടിവേഷൻ ക്ലാസ് ഇപ്പൊ ഈ പറഞ്ഞതിനോട് പറയാനുള്ളത്, പ്രതീക്ഷ കൊള്ള ഇപ്പൊ അയാൾക്ക് അതേ പറയാനും പറ്റത്തുള്ളൂ. പക്ഷേ കോൺഗ്രസിന് നാളെ കാലത്തെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമില്ല. ഈ പറഞ്ഞ പോലെ ഇറ്റലിക്കാരി കൊച്ചമ്മയ്ക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി അവരതിനൊക്കെ തയ്യാറായി നിൽക്കുക, ടിക്കറ്റും എടുത്തോണ്ടേ അവിടുത്തെ മെമ്പർഷിപ്പ് അവരങ്ങനെ ഈ പൊട്ടൻ ഏത് സമയത്ത് ഞാൻ പറ്റും അവര് അതങ്ങനെ ഉണ്ടാവുമെന്നാ പറയുന്നത്. ഇന്നാളെ എന്നെ പറ്റി ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്നായിരുന്നു. ഇതിങ്ങനെ വരുന്ന പോലും ഇതിനകത്ത് ഞാനത് നാടൻ ഭാഷയിൽ പറഞ്ഞാലേ, ഈ കഴുതയ്ക്കും കുതിരയ്ക്കും കൂടെ കൊച്ചുണ്ടായാലേ കുതിരയുടെ ഷേപ്പും കാണും, കഴുതയുടെ ബുദ്ധിയും കാണും. മനസ്സിലായില്ലേ? അങ്ങനെ വന്നു പോയാൽ തിരിഞ്ഞില്ല, തിരിച്ചു വന്നാലും കണക്കാ. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇയാളുടെ ഒരു ഇത്. ഇപ്പൊ നോക്കുമ്പോ അതൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു സ്ഥാനം അങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ അവർക്ക് ഇറ്റലി പോകാൻ വേണ്ടി അവർ മനസ്സിലായിട്ട് തയ്യാറാണ്, അവർ മറ്റൊരു സ്വീകരിക്കാനും തയ്യാറാണ്. കഴിഞ്ഞ മൻമോഹൻ സിംഗ് ഇരുന്ന 10 കൊല്ലത്ത് ക്യാഷ് തന്നെ ഇവിടുന്ന് സംവിധാനങ്ങൾ അവിടോട്ട് കടത്തിയത് ഷിപ്പുകളിലാണെന്നാണ് അന്ന് വന്ന റിപ്പോർട്ട്. മാത്രമല്ല അവർക്കൊന്നും കൂറില്ലല്ലോ ഈ രാജ്യത്തോട്, ഇല്ല. അതിന് ഉദാഹരണമാണല്ലോ ഇവർക്ക് രണ്ടുപേർക്കും ആദ്യം ഇട്ടിരുന്ന പേര് പോലും ഇറ്റലിയിലെ പേരാണ്. ഇവിടെ പിന്നല്ലേ മാറ്റി. ഇപ്പം ഈ പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾക്ക് ഇട്ട പേരെവിടാ? ഇപ്പോഴല്ലേ പേര് മാറ്റി. നേരത്തെ മത്സരിക്കാൻ അതിനു മുമ്പ് വരെയുള്ള പേരെങ്ങനെ? അതെ. അപ്പം മോദിയുടെ അമ്മയെ പറഞ്ഞു, ഇപ്പം രാഹുൽ ഗാന്ധിയുടെ അക്കും കിട്ടി, കോൺഗ്രസിനും കിട്ടി, രാഹുൽ ഗാന്ധിക്ക് അമ്മയ്ക്കും കിട്ടി, നാട്ടുകാരാ കൊടുക്കുന്നതില്ല, നെഹ്റുവിനും കിട്ടി, എല്ലാവരും കിട്ടുക. ഇനി 2 ദിവസത്തേക്ക് ഓക്കെ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ നമ്മളെന്ത് ചെയ്യാനാ? ഇതെല്ലാം പുള്ളിയുടെ വകയില്ലേ, അവരെ ആരും കൊടുക്കുന്നില്ല. രാഹുൽ ഗാന്ധി സാമ്പർമാര് നിർമ്മാണവും വിതരണവും എല്ലാം പുള്ളിയാണ്, വേറെ ആർക്കും പങ്കൊന്നുമില്ല കേട്ടോ.